കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജിൽ SFI KSU സംഘർഷം. ഇരുവിഭാഗങ്ങളിലും നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ആർട്സ് ഡേ നടത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, KSU SFI പ്രവർത്തകർ കലാലയത്തിൽ ഏറ്റുമുട്ടിയിരിക്കുന്നു. ഈ പരിക്കേറ്റ കുട്ടികളുടെയൊക്കെ ആരോഗ്യനില എങ്ങനെയാണ്? പരിക്ക് ഗുരുതരമാണോ? എന്താണ് ഈ കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജിൽ ഈ സംഘർഷം ഉണ്ടാകാനുള്ള കാരണം? ആക്ച്വലി ആർട്സ് ഡേ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഇത്തരത്തിൽ അക്രമത്തിൽ കലാശിച്ചത്. ഇരു വിഭാഗങ്ങളിലും വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ള പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ST കോളേജിൽ KSU അസംബ്ലി പ്രസിഡന്റ് എൻ ഷാജി ഉൾപ്പെടെയുള്ളവർക്കാണ് മർദ്ദനമേറ്റത്. ഒരാളുടെ തോളിലും ഒരാളുടെ തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. KSUവിന്റെ 5 പ്രവർത്തകർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതോടൊപ്പം തന്നെ SFIയുടെ പ്രവർത്തകർക്കും പരിക്കേറ്റതായാണ് വിവരം. എന്തായാലും ഈ ആർട്സ് ഡേ നടത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ക്യാമ്പസ് യൂണിയൻ SFI ആണെങ്കിലും ആർട്സ് സെക്രട്ടറി എന്ന് പറയുന്നത്, അതായത് KSUവിടെ ഒരു സീറ്റുള്ളത് ആർട്സ് ക്ലബ് സെക്രട്ടറിയാണ്. അത്തരത്തിൽ ആർട്സ് ക്ലബ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആർട്സ് നടത്തുന്നതിനുള്ള ആവശ്യമാണ് KSU മുന്നോട്ട് വെച്ചത്. അതേസമയം SFI അതിനെ എതിർക്കുകയും പുറത്തുനിന്ന് DYFIയുടെയും KSUവിന്റെയും DYFIയുടെയും SFIയുടെയും അടക്കം ആളുകൾ കോളേജുകളിലേക്ക് എത്തി എന്നതാണ് KSU ആരോപിക്കുന്നത്. തുടർന്ന് സംഘർഷം നടക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. വിദ്യാർത്ഥികൾ തമ്മിൽ അങ്ങ് ഏറ്റുമുട്ടുകയാണ്. ക്യാമ്പസിൽ മറ്റ് വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുന്നത്. തുടർന്ന് പോലീസ് എത്തുകയും മറ്റ് നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. അതേസമയം തന്നെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട KSU പ്രവർത്തകർക്ക് പരിക്കേറ്റതിൽ KSU ക്യാമ്പസുകളിൽ നാളെ വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും മനോജ്, ഇത് തന്നെയാണ് കലാലയത്തിൽ മാതൃകയാകേണ്ട യുവ രാഷ്ട്രീയ പ്രവർത്തകരാണ് ഈ കലാലയത്തിൽ തല്ലുമാല നടത്തിയിരിക്കുന്നത്. മനോജാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. SFI KSU പ്രവർത്തകരാണ് ഇത്തരത്തിൽ ക്യാമ്പസിനുള്ളിൽ തന്നെ തമ്മിൽ തല്ലിയത്. നിരവധി വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. SFI നേതാവിനെ വഴിവിട്ട് സഹായിച്ച കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെ നടപടിയുമായി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. BC ഡോക്ടർ K ഗീതാകുമാരിയെ സ്ഥാനത്തു നിന്നും നീക്കി. സാങ്കേതിക സർവകലാശാല VC ഡോക്ടർ സിസ തോമസ് സംസ്കൃത സർവകലാശാലയുടെ അധിക ചുമതല നൽകി.